ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി പെയിനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പം ഏത് അവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. കറണ്ട് സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ഒപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ള കാര്യം കൂടി നോക്കാം. അവർക്ക് പണ്ടുണ്ടായിരുന്ന അതേ ഫീലിങ്സ് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് ഒന്ന് നോക്കാം. Seven of Cups, Queen of Swords, Page of Wands, Three of Swords, the Tower, Wheel of Fortune, King of Swords, the Lovers, Ten of Swords, Eight of Pentacles, Nine of Cups, Queen of Cups, Four of Cups, Ace of Pentacles, Four of Wands. അപ്പോൾ നമുക്ക് ഈ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു പക്ഷേ തീർത്തും കോണ്ടാക്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് അത്രയും മാത്രം ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സണ് ഒരു പക്ഷേ നിങ്ങളോട് ഒരുപാട് സ്നേഹവും ഇഷ്ടവും കരുതലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർ കൂടുതലും ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന തരത്തിലുള്ളൊരു വ്യക്തിയാണ്. അവരവരുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതലും അവരുടെ ലൈഫിലുള്ള കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവരുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങളോട് അവർക്ക് വേണ്ടത്ര ഒരു നീതി തരാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പലപ്പോഴും അവരെടുത്ത തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വരുമ്പോൾ എടുക്കുന്ന പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നതായിരുന്നിരിക്കാം. അതായത് നിങ്ങൾക്ക് വേണ്ടത്ര സമയം തരുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി തരുന്നില്ല, അവർ ചിലപ്പോൾ വിട്ടുനിൽക്കുന്നു, നിങ്ങൾക്ക് വേണ്ടത്ര പ്രയോറിറ്റി തരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സൊരുപാട് വേദനിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇപ്പം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളും അതുപോലെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് അവർ ചെയ്യും പോലെ നിങ്ങളിപ്പോൾ ഇമോഷൻസിനെ മാറ്റി നിർത്തിയിട്ട് ലോജിക്കലായിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് ലൈഫിനെ കൊണ്ടുപോകുന്നു. നിങ്ങളുടെ ലൈഫിലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാക്കിത്തരും, അതിനനുസരിച്ച് നിങ്ങൾ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതൊരു പക്ഷേ നിങ്ങളിൽ ക്രമേണ വന്ന മാറ്റമായിരിക്കാം. നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ ആയിരിക്കും ഇപ്പം ഈ ഒരു ലെവലിൽ എത്തിച്ചേർന്നത് തന്നെ. ഒപ്പം ഈ റിലേഷൻഷിപ്പിൽ അവരുടെ ഭാഗത്തു നിന്ന് ഈക്വലായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകാത്തത് തന്നെ നിങ്ങളെ ഒരുപാട് മാനസികമായി വേദനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
അതായത് നിങ്ങളിപ്പോൾ അവർക്ക് എത്രത്തോളം ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്നേഹമായിരുന്നാലും എന്ത് തന്നെയായാലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അതുപോലെ തിരിച്ചു കിട്ടണം. നിങ്ങൾക്ക് തരേണ്ട പ്രിഫറൻസ്, പ്രയോറിറ്റി, ടൈം എല്ലാം നല്ല രീതിയിൽ കിട്ടണം. എങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളും അതുപോലെ നിൽക്കുള്ളൂ എന്നുള്ളൊരു ബോൾഡ് ഡിസിഷൻ എടുത്തതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതായത് രണ്ടുപേരും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സൈലൻസ് അല്ലെങ്കിൽ ഒരു തകർച്ച എന്ന് വേണമെങ്കിൽ പറയാം സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോലും നിങ്ങൾക്കത് പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വേദനയോടുകൂടി തന്നെയായിരിക്കും ഈ ഒരു ഡിസിഷൻ എടുത്തതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു മാനസിക വേദനയൊക്കെ നിങ്ങളായിട്ട് തന്നെ കുറച്ച് കുറച്ച് മാറ്റിക്കൊണ്ടുവരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ടെങ്കിലും, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങൾ മുമ്പ് അനുഭവിച്ചിരുന്ന അതേ വേദന അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നത്. കാരണം നമുക്കിവിടെ 3 ഓഫ് സോർട്സ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ അത്രത്തോളം പെയിൻ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 10 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു പോയോ, നിങ്ങൾ പൂർണ്ണമായും അവരിൽ നിന്ന് വിട്ടുപോയി എന്നൊക്കെ അവരുടെ മനസ്സിൽ തോന്നലുകൾ ഉണ്ടാകുന്നുണ്ട്. അത്രത്തോളം വേദന അവർ അനുഭവിക്കുന്നുണ്ട് എന്നതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. നിങ്ങൾ തമ്മിൽ പുറമേ ഒരുപാട് അകൽച്ച വന്നിരുന്നാൽ പോലും മനസ്സിൻ്റെ ഉള്ളിൽ രണ്ടുപേർക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഒരിക്കലും മാറില്ല എന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവിടെ കിങ് ഓഫ് സോർട്സും ക്യൂൻ ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒരു പെർഫെക്റ്റ് പാർട്ട്നേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഡീപ്പർ ലെവലിൽ കണക്റ്റഡ് ആയിട്ടുള്ള, അത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് ലവേഴ്സ് കാർഡും കിട്ടിയിരിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഡിവൈൻ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. ഒരു സോൾമേറ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള, മനസ്സിൽ പതിഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇമോഷൻസും ഷെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും ഒരു നല്ലൊരു സുഹൃത്ത് എന്നുള്ള രീതിയിലും കൂടി നമുക്ക് ഈ റിലേഷൻഷിപ്പിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു സൈലൻസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഏറെ കാലമായി അധികം കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അവരുടെ മനസ്സിനെ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുള്ള കാര്യം നമുക്കിവിടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയൊക്കെ വേദനയിൽ കൂടി പോയാലും, സ്റ്റക്കായി പോയാലും, ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നാൽ പോലും നിങ്ങൾ വിചാരിക്കും, അല്ലെങ്കിൽ അവർ വിചാരിക്കും ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു. എന്നിരുന്നാൽ പോലും ഇതൊരിക്കലും അവസാനിക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണെന്നാണ് നമുക്ക് ഈ സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതൊരു കാർമിക് കണക്ഷനാണ്. അതായത് നിങ്ങളിലും അവരിലും എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ എന്തൊക്കെയോ ലൈഫിൽ കുറച്ച് ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരു റിലേഷൻഷിപ്പാണെന്നാണ് മനസ്സിലാവുന്നത്. കാരണം നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ പാസ്റ്റ് ലൈഫ് എന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നൊരു ബന്ധമാണ്, ഇതൊരിക്കലും മാറിപ്പോകാത്ത ബന്ധമാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഒരു കാർമിക് കണക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും തടസ്സങ്ങൾ നിലനിൽക്കുന്നത്. അതുപോലെ എത്രയൊക്കെ തടസ്സങ്ങൾ വന്നാലും വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതും ഈ ഒരു കാർമിക് കണക്ഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ്. നമുക്കിവിടെ മുകളിലത്തെ 2 റോസും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി പോകുന്നുണ്ട്, റിലേഷൻഷിപ്പ് തകർച്ചയിൽ കൂടി പോകുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾ രണ്ടുപേരും ഒട്ടും വിട്ടുകൊടുക്കാതെ വളരെയധികം ബോൾഡായിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കിയത്. പക്ഷേ ലാസ്റ്റ് റോയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതിനകത്ത് ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു തകർച്ചയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു ലെവലിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറുന്നു, ട്രാൻസ്ഫോം ചെയ്യും. നമ്മൾ വീൽ ഓഫ് ഫോർച്യൂണിൽ പറഞ്ഞതുപോലെ, അത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സ്തംഭനാവസ്ഥ വരുന്നത് തന്നെ ശരിക്കും ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇവിടെ ഒരുപാട് സ്നേഹം പരസ്പരം പങ്കുവയ്ക്കുന്നു, അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് 9 ഓഫ് കപ്സും വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അത് രണ്ടും അത്രത്തോളം ഇമോഷൻസിനെ കുറിച്ചാണ് പറയുന്നത്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും രണ്ടുപേരും ഇതിനകത്ത് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നതായിട്ടാണ് നമുക്കിവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് കാണിക്കുന്നത്. നിങ്ങളിൽ രണ്ടുപേരിലും കുറച്ച് മാറ്റം വരുന്നുണ്ട്, ആ ഒരു കടുംപിടുത്തമൊക്കെ മാറുന്നുണ്ട്. അതിലൂടെ തന്നെ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്കിവിടെ വ്യക്തമാവുന്നുണ്ട്. ഇവിടെ ഒരു 4 ഓഫ് കപ്സ് എന്ന എനർജിയും വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്കായാലും അവർക്കായാലും മറ്റാരെന്ത് ഓഫർ ചെയ്താലും അതൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ലാത്തൊരു മനസ്സാണ്.
നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ എന്നെ അവഗണിക്കുന്നു എന്ന് തോന്നിയാൽ പോലും നിങ്ങൾക്ക് മറ്റൊരു ഓഫർ സ്വീകരിക്കാനുള്ള മനസ്സില്ല. അതുപോലെ തന്നെയാണ് ആ വ്യക്തിക്കും. രണ്ടുപേർക്കും പരസ്പരം നിങ്ങളല്ലാതെ മറ്റാരുടെയും ഒരു സ്നേഹം വേണ്ട എന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമുക്കൊരു ഏസ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊണ്ടുവരുന്നതാണ്. രണ്ടുപേരും വിചാരിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരു ഫാമിലി ആക്കാൻ പറ്റിയ റിലേഷൻഷിപ്പാണ്, ഇതിനകത്തോട്ട് എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും അതൊരിക്കലും പാഴാവില്ല, ശരിക്കും ഇത് ഉയർച്ച ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പാണ് എന്നുള്ള കാര്യം ഇവിടെ രണ്ടുപേരും മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ നമുക്ക് അവസാനമായി കിട്ടിയിരിക്കുന്നത് 4 ഓഫ് വാൺസ് എന്നൊരു കാർഡാണ്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഉടനെ തന്നെ ഒരു റീയൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാവുന്നത്. നമുക്ക് ഫസ്റ്റ് റോയിൽ തന്നെ ആദ്യം നമുക്കൊരു പേജ് ഓഫ് വാൺസ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുമ്പം ശരിക്കും ഒരു സീരിയസ് ആയിട്ടല്ല റിലേഷൻഷിപ്പിൽ, ശരിക്കും ഒരു പക്ഷേ ഇമോഷണലിനെക്കാട്ടിയും കൂടുതൽ ഫിസിക്കലായിട്ടൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു രീതിയിൽ പോകുന്ന ആ ഒരു കാർഡാണ് പേജ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് 4 ഓഫ് വാൺസ് എന്ന് പറയുമ്പം ഒരു സിൻസിയറായിട്ട് അല്ലെങ്കിൽ ഒരുപാട് സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി തരണം, നിങ്ങളുടെ ലൈഫ് ലോങ് കൂടെ നിർത്തണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് അവസാനത്തെ കാർഡായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നമുക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു തകർച്ച എന്ന് പറയാം, അതിൽ നിന്ന് മാറി മുന്നിലോട്ട് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനോട് കൂടി വരുന്ന രീതിയിലായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നുള്ള കാര്യം. അവർക്ക് മുമ്പുണ്ടായിരുന്ന അതേ സ്നേഹവും ഇഷ്ടവും ഒക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് നോക്കാം. പ്രത്യേകിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിൽ കൂടിയാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഫീലിങ്സിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? കാരണം നിങ്ങൾ ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള 2 വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഫീലിങ്സിന് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ലെന്നാണ് മനസ്സിലാവുന്നത്. എന്നാലും നമുക്കൊന്ന് നോക്കാം എന്താണ് അവർക്കിപ്പോൾ മനസ്സിലുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. Door to romance, adjacent possibilities, angel of love, yin yang, first chakra archangel Michael, and 5th chakra archangel Gabriel. അപ്പോൾ നമുക്ക് അവരുടെ ഫീലിങ്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്, ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ അധികം കോണ്ടാക്റ്റ് ഇല്ല, ഒരു പക്ഷേ എല്ലാം നിലച്ചുപോയി എന്നുള്ളൊരവസ്ഥയിൽ കൂടി പോകുന്നതാണെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് കൂടുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കവിടെ നേരത്തെ വന്നു ലവേഴ്സ് കാർഡ് വന്നു, വീൽ ഓഫ് ഫോർച്യൂൺ വന്നു. അത് രണ്ടും പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി വന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡിവൈൻ ബ്ലസ്ഡ് ആയിട്ട് ഉള്ള റിലേഷൻഷിപ്പാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഡോർ ടു റൊമാൻസ് എന്നൊരു കാർഡാണ്. അതെന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലിപ്പോൾ തോന്നുന്നത് നിങ്ങളുമായിട്ട് അകന്നിരിക്കുമ്പോഴായിരിക്കും അവർക്ക് എന്തോ ഒരു നഷ്ടബോധം തോന്നുന്നുണ്ട്, എന്നിൽ നിന്ന് മാറിപ്പോയി അല്ലെങ്കിൽ ഇത്രത്തോളം അടുത്തിരുന്ന ഒരു വ്യക്തി എന്തോ ഒരു പഴയ മുൻജന്മ ബന്ധം ഉള്ളതുപോലെ അവർക്ക് തോന്നുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളോടിപ്പം ഒരുപാട് സ്നേഹം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നമുക്കിവിടെ വന്നിരിക്കുന്ന ഏഞ്ചൽ ഓഫ് ലവ് വന്നിട്ടുണ്ട്, അതുപോലെ ഡോർ ടു റൊമാൻസ്. ഇത് രണ്ടും കാണിക്കുന്നത് നിങ്ങളോട് ആഴത്തിലുള്ളൊരു സ്നേഹം അവരുടെ മനസ്സിനകത്തിപ്പോൾ ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പല പല മാർഗങ്ങളും നോക്കുന്നതായിട്ട് ഇവിടെ കാണാം. കാര്യം അഡ്ജസൻറ്റ് പോസിബിലിറ്റീസ് എന്നൊരു കാർഡും വന്നിട്ടുണ്ട്. കാര്യം ചിലപ്പോൾ മുമ്പ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പല വഴികൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വഴികളൊക്കെ അവർ തുറന്ന് വരാൻ ശ്രമിക്കുന്നു നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ യിൻ യാങ് എന്നുള്ള കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പൂർണ്ണമായിട്ടൊരു കംപ്ലീറ്റ്നെസ്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോഴേ ഒരു ഫുള്ളി ഒരു ഹോൾ സർക്കിൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവുള്ളൂ എന്നവർ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ.
അതുപോലെ ഇവിടെ നമുക്ക് 2 ചക്രാസ് അതിൻ്റെ ഏഞ്ചൽസ് വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ചക്ര ആൻഡ് ഫിഫ്ത്ത് ചക്ര. ഇത് രണ്ടും സ്ട്രോങ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഇതൊരു ഫസ്റ്റ് ചക്ര എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബേസ് ചക്ര അല്ലെങ്കിൽ റൂട്ട് ചക്ര ആക്ടിവേറ്റ് ആവുന്നതാണ്. അതായത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം, സെക്യൂരിറ്റി കൊണ്ടുവരണം എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം മുമ്പ് അതിനൊക്കെ തയ്യാറാവാതെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ അവർ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ 2 അതായത് ഒരു റൂട്ട് ചക്ര ആക്ടിവേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു തടസ്സങ്ങളൊക്കെ മാറി അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ആയിട്ട് മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആക്ഷൻ എടുക്കാൻ റെഡി ആവുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഫിഫ്ത്ത് ചക്ര എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഒക്കെ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആവുന്നതാണ്. അതായത് മുമ്പ് പല കാര്യങ്ങളും അവർ പറയാൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരതിനൊക്കെ റെഡിയായി മുന്നോട്ട് വരുന്നു. നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കണം, ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് ഈ ഒരു ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളോടൊരു ആഴത്തിലുള്ള സ്നേഹം വരുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്, എല്ലാ തടസ്സങ്ങളും മാറ്റി മുന്നോട്ട് വരണമെന്ന് അവർ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം നമ്മൾ നേരത്തെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു എനർജി എടുത്തപ്പോൾ, ഒരു കറണ്ട് സിറ്റുവേഷൻ എടുത്തപ്പോൾ ഒരു മാറ്റത്തിന് റെഡിയായി വരുന്നു എന്നുള്ള കാര്യം നമുക്കവിടെ കാണാൻ സാധിച്ചത്. ആ ഒരു തകർച്ച അല്ലെങ്കിൽ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് വരുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കിട്ടിയത് അവരുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിനി കുറച്ച് ക്ലൂസ് കൂടി ഒന്ന് എടുത്ത് നോക്കാം. മൂലം നക്ഷത്രം, അക്വാരിയസ്, ഏരിസ്, ആയില്യം നക്ഷത്രം, ലിബ്ര, ലെറ്റർ ഡി, വിശാഖം നക്ഷത്രം, പാലക്കാട് ഡിസ്ട്രിക്റ്റ്, ലെറ്റർ എക്സ്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്, ചതയം നക്ഷത്രം, കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്, ഉത്രാടൻ നക്ഷത്രം, ലിയോ സോഡിയക് സൈൻ, ലെറ്റർ എൻ, തിരുവാതിര നക്ഷത്രം, പൈസസ്, ജെമിനൈ, ലെറ്റർ ടി, അശ്വതി നക്ഷത്രം, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്, ഡിസംബർ മന്ത്, ഉത്രം നക്ഷത്രം, പൂരം നക്ഷത്രം, നവംബർ മന്ത്, എറണാകുളം ഡിസ്ട്രിക്റ്റ്, കണ്ണൂർ ഡിസ്ട്രിക്റ്റ്, ലെറ്റർ വി, അത്തം നക്ഷത്രം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക.
നമുക്ക് മറ്റൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.